UPSC ഉദ്യോഗസ്ഥർ ലോക്പാലിന് കീഴിൽ വരില്ല എന്ന് ജസ്റ്റിസ് AM ഖാൻവിൽക്കർ അധ്യക്ഷനായ ലോക്പാൽ ബെഞ്ച് വ്യക്തമാക്കി. UPSC ഭരണഘടനാ സ്ഥാപനമാണ്, പാർലമെന്റിൽ നിയമനിർമ്മാണത്തിലൂടെ രൂപീകരിച്ചതല്ല. അതിനാൽ UPSC ഓഫീസർമാരെ കേന്ദ്ര സർക്കാരിന് കീഴിലെ ഉദ്യോഗസ്ഥരായി കണക്കാക്കാൻ കഴിയില്ല എന്ന് ലോക്പാൽ വ്യക്തമാക്കി. പി ബസന്താണ് വിവരങ്ങളുമായുള്ളത്. ബസന്ത്, പ്രധാനപ്പെട്ട ഒരു വിധിയാണ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. എന്താണ് ഇതിന്റെ വിശദീകരണമായി പറയുന്നത്? അഭിലാഷ്, ലോക്പാൽ നിയമത്തിൻ്റെ 14-ാം വകുപ്പ് പ്രകാരം UPSCയിലെ ഉദ്യോഗസ്ഥർ സർക്കാർ ഉദ്യോഗസ്ഥരല്ല എന്നുള്ളതാണ് AM ഖാൻവിൽക്കർ, അതായത് സുപ്രീം കോടതി ജഡ്ജിയായിരുന്ന AM ഖാൻവിൽക്കർ അധ്യക്ഷനായ ലോക്പാലിൻ്റെ ഫുൾ ബെഞ്ചിൻ്റെ ഇപ്പോഴത്തെ ഒരു വിലയിരുത്തൽ. ഗ്രൂപ്പ് ABCD ഉദ്യോഗസ്ഥർ, അതായത് കേന്ദ്ര സർക്കാരിലെ ഉദ്യോഗസ്ഥരുടെ അഴിമതി അങ്ങനെയുള്ള കാര്യങ്ങൾ അന്വേഷിക്കാനാണ് ലോക്പാൽ കൊണ്ടുവന്നിരിക്കുന്നത്. പക്ഷേ UPSC ഭരണഘടനയുടെ അടിസ്ഥാനത്തിൽ രൂപീകരിച്ച ഒരു സ്ഥാപനമാണ്. അത് പാർലമെൻറ്റിൽ ഒരു നിയമനിർമ്മാണത്തിൽ രൂപീകരിക്കപ്പെട്ടതല്ല എന്നുള്ളതാണ് ഇപ്പോൾ ലോക്പാലിൻ്റെ കണ്ടെത്തൽ. അതുകൊണ്ട് തന്നെ ഇവരെ കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥർ എന്ന് വിലയിരുത്താൻ കഴിയില്ല. അപ്പോൾ കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥരല്ലാത്ത സ്ഥിതിക്ക്, അതായത് കേന്ദ്ര സർക്കാരിൽ നിന്നും പണം പറ്റുന്ന ശമ്പളം വാങ്ങിക്കുന്ന ഉദ്യോഗസ്ഥരല്ലാത്തൊരു സാഹചര്യത്തിൽ ഇവർക്കെതിരെയുള്ള ആരോപണങ്ങൾ അന്വേഷിക്കാൻ ലോക്പാലിന് അധികാരമില്ല, അല്ലെങ്കിൽ അവരുടെ പരിധിയിൽ വരുന്നില്ല എന്നുള്ളതാണ് വിലയിരുത്തൽ. UPSCയുടെ സെക്രട്ടറിയും അതോടൊപ്പം തന്നെ UPSCയിലെ അഡീഷണൽ സെക്രട്ടറിമാർക്കുമെതിരെയുള്ള ഒരു കേസ് പരിഗണിക്കുമ്പോഴാണ്, അതിൻ്റെ ഉത്തരവിലാണ് ലോക്പാലിൻ്റെ ഫുൾ ബെഞ്ചിൻ്റെ ഈ ഉത്തരവ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇനി അങ്ങോട്ട് ഭരണഘടനാ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാവരും ലോക്പാലിൻ്റെ പരിധിയിൽ നിന്നും പുറത്താകുന്നു. പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പോലുള്ള സ്ഥാപനങ്ങളൊക്കെ തന്നെ ഭരണഘടനാ സ്ഥാപനങ്ങളാണ്. അത് പാർലമെൻറ്റിലെ ഒരു നിയമനിർമ്മാണത്തിലൂടെ കൊണ്ടുവരുന്നതല്ല. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അംഗങ്ങളും ലോക്പാലിൻ്റെ പരിധിയിൽ വരില്ല എന്ന് വേണമെങ്കിൽ നമുക്ക് വിലയിരുത്താൻ കഴിയും. തീർച്ചയായിട്ടും കേന്ദ്ര സർക്കാരിന് കീഴിലല്ലാത്ത സംവിധാനങ്ങളുടെ ഭാഗമായിട്ടുള്ള ഉദ്യോഗസ്ഥർ ലോക്പാലിന് കീഴിൽ വരില്ല എന്ന് പറയുമ്പോൾ അതിൽ ദൂരവ്യാപകമായ ഫലങ്ങളുണ്ടാവും.